ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ആരും തന്നെ നമ്മുടെ കണ്ടൻസ് മിൽക്ക് വാങ്ങിക്കാനായിട്ട് കടയിലേക്ക് ഓടേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെർഫെക്റ്റായിട്ട് കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട്ടിൽ തന്നെ ഞാൻ കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ടാക്കിയിട്ട് ഇനി ഞാൻ ഒഴിഞ്ഞു. ഇനി ഇതിലൊരു ശകലം ഉള്ളൂ കേട്ടോ. ഞാൻ സാധാരണ ഈ വലിയ ടിന്നിലോട്ട് ഉണ്ടാക്കി വെച്ചിട്ട് കുറേശ്ശെ ചെറിയ ടിന്നിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒഴിഞ്ഞു, ഇനിയിപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. അതുകൊണ്ടാണ് തീരെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എന്താണ് ആവശ്യം നമുക്ക് നോക്കാം. ഇതിനായിട്ട് 3/4 കപ്പ് പാൽപ്പൊടി, 1/4 കപ്പ് പഞ്ചസാര, പിന്നെ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ. ഒരു പാനിലേക്ക് ആദ്യം നമുക്ക് പാൽപ്പൊടി ഒന്ന് മാറ്റാം, കൂടെ തന്നെ പഞ്ചസാരയും പിന്നെ ചെറു ചൂടുവെള്ളം അതൊരു ആവശ്യത്തിന് നമുക്കൊരു 1/2 കപ്പോ 3/4 കപ്പോളം വേണ്ടി വരും. അതുകൂടി ചേർത്ത് ആദ്യം ഒന്ന് തീയൊന്ന് വെക്കുന്നതിന് മുന്നേ തന്നെ നമുക്കൊന്ന് കലക്കി ഒന്ന് കറക്റ്റായിട്ട് വെക്കണം. അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് വെക്കണം. അതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ സ്റ്റൗവിലേക്ക് വെക്കേണ്ടത്. ഇപ്പോൾ ഞാനിപ്പോൾ സ്റ്റൗവിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഒന്ന് ചെറുതായി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇതിലോട്ട് മാറ്റാം. ഇല്ലെങ്കിൽ പിന്നെ കട്ട ഭയങ്കരമായിട്ട് കുത്തിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാകുമ്പോൾ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കലക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. വെള്ളം എടുക്കുമ്പോൾ ചെറു ചൂട് വെള്ളത്തിൽ വേണം നമ്മുടെ പാൽപ്പൊടി കലക്കേണ്ടത്, തിളച്ച വെള്ളം എടുക്കരുത്. അപ്പം നമ്മുടെ പഞ്ചസാര കലിഞ്ഞ് ഇവിടെ ഏകദേശം ഒന്ന് ഈ ഒരു സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു കുറുങ്ങുന്ന ഒരു സ്റ്റേജ് വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം. കാരണം വെച്ചാൽ വീണ്ടും ഇത് നമ്മൾ തണുക്കുമ്പോൾ വീണ്ടും ഒന്നുകൂടെ ഒന്ന് കുറുകും. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. തീ ഓഫ് ചെയ്താൽ ഒന്നുകൂടെ ഒന്ന് ആറിച്ചെടുക്കണം, ഇല്ലെങ്കിൽ വല്ലാതെ അങ്ങ് കട്ട പിടിച്ചു പോകും. ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു ടിന്നിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഈ ഒരു കണക്കിനാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, ഇത്രയും പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇപ്പം ഞാനിത് നമ്മുടെ ഫ്രീസറിലാണ് ഞാനിത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു കണ്ടെയ്നറിലോട്ട് എപ്പോഴും കുറേശ്ശെ മാറ്റിയിട്ട് ഇതെല്ലാം ഫ്രീസറിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ഓൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.